ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു മെഡിറ്റേഷൻ യാത്രയെക്കുറിച്ചാണ്. ഒരു ദീർഘയാത്രയായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാര്യം ഞാൻ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു നിമിഷം പോലും എനിക്ക് തോട്ടില്ലാതെ ഇരിക്കാനേ സാധിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു രക്ഷയില്ല. ഓവർ തിങ്കിങ് കാരണം ഞാൻ ഒരു സെക്കൻഡ് പോലും, ഞാൻ ഒരു മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് ചിന്തകൾ വരാത്ത ഒരു സമയം ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ, ഇങ്ങനെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു. ഞാൻ ഒത്തിരി യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരുപാട് അറിവുകളൊക്കെ വെച്ചിട്ടും ഒരുപാട് മെഡിറ്റേഷൻ മ്യൂസിക്കുകളൊക്കെ ഇട്ടും പല രീതിയിലും ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അത് കിട്ടാതെ ഞാൻ തിരിച്ച് മടങ്ങാറില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ പല കാര്യങ്ങളും വിജയം കൈവരിക്കാൻ എനിക്ക് സഹായിക്കുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് നടക്കുന്നതേ ഇല്ല. ഞാൻ ഇത്രയും സ്ട്രഗിൾ എടുത്ത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഈ മെഡിറ്റേഷനിൽ ചിന്തകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഞാൻ ഒത്തിരി ബലം പിടിച്ച് ചിന്തകൾ വരുന്ന സമയത്ത് അയ്യോ ചിന്ത വരുന്നേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വേറൊരു ചിന്തയാണ്. നമുക്ക് ചിന്ത വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതും വേറെ ചിന്തയാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവസാനം വിജയിച്ച ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൈലൻറ്റ് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. മ്യൂസിക് ഒന്നും ഇടാണ്ട് വെറുതെ 2 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതായത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിന്തകൾ വരുന്നു. അപ്പോൾ ഇതെന്ത് ചിന്തയാണ് എന്നുള്ളത് മൂന്നാമതൊരാളായി നിന്നിട്ട്, അതായത് ഞാനും എൻ്റെ മനസ്സും, അതിനുശേഷം എൻ്റെ സോള് പുറത്ത് വന്ന് നിന്നിട്ട് ഈ ചിന്തകളെ ഇങ്ങനെ മാറി നിന്ന് നിരീക്ഷിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ഈ ചിന്തകളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചിന്തകൾ വരുന്നത്, വേറൊരാളുടെ മനസ്സിലേക്ക് ചിന്ത വരുന്നത് പോലെ എനിക്ക് മാറി നിന്ന് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രാജുവലി വളരെ സാവകാശം, അതായത് ഞാൻ 1 മിനിറ്റ് സൈലൻറ്റ് മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഒരു സെക്കൻഡ് തോട്ടില്ലാത്തൊരവസ്ഥ ഇങ്ങനെ വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ആണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി മെഡിറ്റേഷൻ ചെയ്യാനിരുന്നാൽ പൂർണ്ണമായിട്ട് എനിക്ക് ഏകാഗ്രമായിട്ടൊന്നും ഇരിക്കാനൊന്നും ഇപ്പോഴും സാധിക്കില്ല. ഇപ്പോഴും തോട്ടൊക്കെ വരും. പക്ഷെ തോട്ടുകളെ ഞാൻ ഉപദ്രവിക്കാതെ വിടും. ഞാൻ നെയിമിങ് ചെയ്യും. ഇതിന്ന തോട്ടാണ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്ത് വിടും. അപ്പോൾ കുറേ സമയമൊക്കെ നമുക്ക് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ അതൊരു ഒത്തിരി വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ഒത്തിരി പേര് എന്നോട് പരാതി പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും ചിന്തകളില്ലാതെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് എന്നെ വിളിക്കുന്നവരും സംസാരിക്കുന്നവരും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സെക്കൻഡ് പോലും ചിന്തകളെ കൺട്രോൾ ചെയ്തിരിക്കാനേ സാധിക്കുന്നില്ല. മെഡിറ്റേഷൻ നടക്കുന്ന കാര്യമേ അല്ല, അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇതൊരു വർഷങ്ങൾ നീണ്ട ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ ഓവർ തിങ്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും നിർത്താൻ സാധിക്കുകയുള്ളൂ. 1-2 ദിവസം നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് ഒരു സെക്കൻഡ് പോലും ചിന്തകളെ ഇല്ലാണ്ടിരിക്കാനേ സാധിക്കില്ല. അപ്പം നിങ്ങൾ തുടക്കക്കാരുടെ ഉള്ള ഒരു ഉപദേശമാണ്. അതൊന്നും കേട്ട് നിങ്ങൾ തളരരുത്. ഇത് വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അത്തരം മെഡിറ്റേഷനുകൾ ആദ്യം ചെയ്തു തുടങ്ങുക. അത് ഗ്രാജുവലി നിങ്ങൾക്ക് എല്ലാ മെഡിറ്റേഷനും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല ശാന്തതയാണ്. മനസ്സിന് വളരെയധികം ശാന്തത കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ആങ്സൈറ്റിയും നമുക്കുള്ള എല്ലാ സമ്മർദ്ദവും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും
എല്ലാം കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു മെഡിറ്റേഷനിലൂടെ സാധിക്കും. കാര്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇത് ആങ്സൈറ്റിയൊക്കെ വരുന്ന സമയത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് സ്റ്റേജ് ഫിയറും ഉണ്ട്, ഡാൻസും അത്ര വശമില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ വിളിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, പക്ഷേ ഡാൻസ് നന്നായിട്ട് കളിക്കാൻ അറിയാമെങ്കിൽ നിങ്ങളെ ആ ഒരു സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേജ് ഫിയറെ മാത്രം അഡ്രസ്സ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഡാൻസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ സ്റ്റേജ് ഫിയർ അഡ്രസ്സ് ചെയ്താൽ മാത്രം മതിയാകും. എന്ന് പറയുന്ന പോലെ ആങ്സൈറ്റി വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റിയെ ഡീൽ ചെയ്യാൻ ഇതുപോലൊരു വഴി വേറെ ഒന്നുമില്ല. മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് വളരെയധികം ഓവർ തിങ്കിങ് കുറയും. അത് ലോങ് ടൈമിൽ നമ്മൾ ചെയ്യണം. ഒത്തിരി വർഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുള്ളൂ. പിന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. നമ്മളുടെ വർക്കിലും മറ്റു കാര്യങ്ങളിലും എല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് വളരെയധികം കോൺസെൻട്രേഷൻ ഉണ്ടാകും. പിന്നെ ഒരു കാര്യത്തിൽ തന്നെ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ചിന്ത വരുന്നു, അടുത്ത ചിന്ത വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അങ്ങനെ പല പല ചിന്തകൾ മാറി. ഇതങ്ങനെയല്ല. നമുക്കൊരു ചിന്ത വന്ന ആ ചിന്തയിൽ തന്നെ മനസ്സ് നിലനിർത്താൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ആരാണ്, നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മളിലേക്ക് നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് ഇതുപോലൊരു വഴി വേറെയില്ല. പിന്നെ നമ്മളുടെ ചിന്തകൾ എന്താണ്, നമ്മളുടെ വികാരങ്ങൾ എന്താണ്, നമ്മളുടെ വിശ്വാസങ്ങൾ എന്താണ് എന്നിവയൊക്കെ നമുക്ക് ബോധപൂർവം കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെയൊക്കെ നമ്മളുടെ കൺട്രോളിൽ നിർത്താൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് ദേഷ്യം, അസൂയ, പേടി, ഇങ്ങനത്തെ വികാരങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത്തരം നെഗറ്റീവ് വികാരങ്ങളെ നമുക്ക് ബോധപൂർവം കൺട്രോൾ ചെയ്യാൻ നമുക്ക് മെഡിറ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധിക്കും. അതുപോലെ നമുക്ക് ആത്മീയമായിട്ടൊരു വളർച്ചയുണ്ടാകും. ഒരു സ്പിരിച്വൽ ജേർണി ആണല്ലോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും സ്വയം തിരിച്ചറിയാനും പറ്റും. പിന്നെ മനസ്സിൽ നിന്നുള്ള ഒരുപാട് ശബ്ദ കോലാഹലങ്ങളിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. കാര്യം നമ്മളുടെ ഈ ഓവർ തിങ്കിങ് ആണ്. പല 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 ചിന്തകൾ ട്രെയിൻ വരുന്നത് പോലെയാണ്, വലിയൊരു മെഗാ ട്രെയിൻ വരുന്നത് പോലെയാണ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ കിടന്ന് ശബ്ദ കോലാഹലങ്ങളാണ് എപ്പോഴും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിനെ ഏകാഗ്രമാക്കി ആ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് അങ്ങനെ ഒരുപാട് ചിന്തകൾ ഒരേ ടൈം വരുന്നതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മളുടെ ചിന്തകളല്ല നമ്മളെന്ന് പറയുന്നത് ഇപ്പോഴെന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാത്തവരെ സംബന്ധിച്ച് കുറേ ചിന്തകളാണ്. ഞാനെന്ന വ്യക്തി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കുക ഞാനെന്ന് പറയുന്ന ഒരുപാട് ചിന്തകളാണ്. അങ്ങനെ അല്ലാതെ എൻ്റെ ഉള്ളിൽ ഞാനെന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ള സോൾ പർപ്പസ് തിരിച്ചറിയാൻ സാധിക്കും നമുക്ക്. പിന്നെ നമ്മൾ ഈ ഒരു നിമിഷത്തിലിരിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണ്. നമ്മളുടെ ചിന്തകൾ ഒരിക്കലും ഈ നിമിഷത്തെക്കുറിച്ചല്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ നിമിഷമാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ അങ്ങനെയല്ല. ഒന്നുകിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് മനസ്സിൻ്റെ ചിന്തകളെ ബലമായിട്ട് പിടിച്ചു വയ്ക്കുക എന്നുള്ളതല്ല. മനസ്സെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളെന്താണ്, നമ്മളുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു വേദിയാണ്. ഇതൊക്കെയാണ് മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തുടക്കത്തിൽ ഒരുപാട് പേര് കുറച്ച് ദിവസം മെഡിറ്റേഷൻ ചെയ്തിട്ട് അത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു കാര്യം നടക്കത്തില്ല. എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്
നമ്മളിത് ഉപേക്ഷിക്കുന്ന പതിവാണ് കണ്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ പല തവണ ഉപേക്ഷിച്ചിട്ടുണ്ട്. കുറേ ദിവസം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ വെറുതെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എന്തിന്, എന്തെങ്കിലും ജോലി ചെയ്ത് ചിന്തിച്ചാൽ പോരെ. വെറുതെ കൈ മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. കുറേ നേരം ഇരിക്കുമ്പോൾ കുറേ ചിന്തകൾ വരുന്നുണ്ട്. സാധാരണ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വരുന്ന അതേ ചിന്തയാണ്. ഇനി മ്യൂസിക് വെച്ചിട്ടാണെങ്കിലോ ആ മ്യൂസിക് ശ്രദ്ധിക്കില്ല, ഈ ചിന്തകളെ ശ്രദ്ധിക്കില്ല, നമ്മളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കങ്ങ് ഫ്രസ്ട്രേഷൻ കൂടിയിട്ട് നമ്മൾ ഇതിനെ ഉപേക്ഷിക്കും. ഇല്ല, ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇതിനെ ഉപേക്ഷിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും ചെയ്യാനിരിക്കും. വീണ്ടും ഇത് തന്നെ അവസ്ഥ. അങ്ങനെ ഉപേക്ഷിച്ചും എടുത്തും തിരിച്ചെടുത്തും ഉപേക്ഷിച്ചും തിരിച്ചെടുത്തും ഒക്കെ പതുക്കെ എനിക്ക് ഒരു സെക്കൻഡൊക്കെ തോട്ടില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അതിൻ്റെ ഒരു 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 എന്താ പറയുക, അത് അനുഭവിച്ച് തന്നെ നമ്മൾ അറിയണം. ആ ഒരു സന്തോഷം, ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് വളരെ ചെറിയ സെക്കൻഡ്സുകളെ അങ്ങനെ ഉണ്ടാകുള്ളൂ. അങ്ങനെയാണ് മെഡിറ്റേഷനിൽ ഇരിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും മെഡിറ്റേഷനിൽ ഇരിക്കാൻ, നമുക്ക് കുറച്ച് നേരം ചിന്ത വരും. നമ്മളതിനെ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ചിന്തകൾ വരും. അപ്പോൾ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. അതിനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ബലമായിട്ട് കൺട്രോൾ ചെയ്യുകയല്ല. അത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് വർഷങ്ങളെടുക്കും. നമ്മൾ ഒരു മാസമോ 2 മാസമോ ഒക്കെ ഇരുന്നു എന്ന് പറഞ്ഞൊന്നും നമുക്ക് മെഡിറ്റേഷൻ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ്, നിങ്ങൾ എല്ലാ ദിവസവും 2 മിനിറ്റ് സൈലൻറ്റ് മെഡിറ്റേഷനിലിരിക്കുക. കൈ ചിന്മുദ്രയിൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുക. ചിന്തകൾ വന്നോട്ടെ, വന്നു പൊക്കോട്ടെ, നിങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ചിന്തകളെ നിങ്ങൾ നോക്കാനും പോവണ്ട. അത് ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ, 2 മിനിറ്റ് ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ സ്വയം പഠിക്കും. നമുക്ക് ഇതൊന്നും ആരും പഠിപ്പിച്ച് തന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് മെഡിറ്റേഷനിലിരിക്കുക, എങ്ങനെയാണ് നമ്മളുടെ തന്നെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വയം പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചിന്തകളെ തന്നെ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതിനൊരു ആ ചിന്തകൾക്ക് പോലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുന്ന എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ തിരിച്ചറിവ് വരുന്ന ഒരു സമയം വരും. അതൊരു വളരെ എൻജോയ്മെൻ്റ് ഉള്ള ഒരു സമയമാണ്. നമുക്ക് വളരെയധികം ഒരു എന്താ പറയുക, ഒരു അനുഭൂതിയാണെന്നൊക്കെ പറയാം മെഡിറ്റേഷൻ ചെയ്ത് വരുമ്പോൾ. ഞാനിപ്പോൾ ഒരു 4 വർഷത്തോളമായി. ഈ 4 വർഷം കണ്ടിന്യൂസ് ഞാൻ മെഡിറ്റേഷനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപേക്ഷിക്കും. തുടക്കത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉപേക്ഷിക്കും. കാര്യം മടുത്തു പോകും. നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് മടുത്തു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ഉപേക്ഷിക്കും. പിന്നെ ഒരു വർഷം വരെ അങ്ങനെ ആയി. പിന്നെ പതുക്കെ അതിലെത്തി തുടങ്ങിയതിന് ശേഷം നമുക്ക് എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. ഒരു യാത്ര പോകുമ്പോഴും നമുക്ക് സൈലൻ്റായിട്ട് കണ്ണടച്ചിരുന്ന് ആ ഒരു സൈലൻസ് എൻജോയ് ചെയ്യാൻ പറ്റി. എപ്പോഴും നമുക്ക് അങ്ങനെ ഇരിക്കാൻ നമുക്കൊരു ഇഷ്ടം തോന്നും. വെറുതെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ അങ്ങനെ നമ്മളെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ചിന്തകളേ ഇല്ലാതിരിക്കുക എന്നൊന്നും അല്ല. അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു. അത് നമ്മളുടെ കൈവെള്ളയിൽ വരുന്നു. മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കാൻ പഠിക്കുന്നു. നമ്മളുടെ വികാരങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു. നമുക്ക് ശാന്തത കിട്ടും. മോസ്റ്റ്ലി നമുക്ക് സമാധാനം എന്നുള്ള ഒരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. മെഡിറ്റേഷൻ ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കുക എന്നാണ് ഉദ്ദേശം. അല്ലാതെ വേറൊരു ട്രെയിനറുടെ കീഴിൽ പോയി മെഡിറ്റേഷൻ പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ ഇരുന്ന് സൈലൻറ്റ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും തുടക്കത്തിൽ ഒരു 2 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുക. നിങ്ങൾക്ക് ചിന്തകൾ വരട്ടെ, വന്നു പൊക്കോട്ടെ, നിങ്ങളതിനെ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യും. കുറേ നാൾ നിങ്ങളൊരു 6 മാസം വെറുതെ അങ്ങനെ ഇരുന്നാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ഇരിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും.
പിന്നെ നിങ്ങളുടെ ഈ ചിന്തകളൊക്കെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലെത്തും. ആ സമയത്ത് നിങ്ങൾക്ക് 2 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ സ്വയം 10-20 മിനിറ്റ് ഇരിക്കാൻ തയ്യാറാകും. അത്രയ്ക്ക് രസമാണ് അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത് നല്ല രസകരമായൊരു കാര്യമാണ്. ആദ്യമൊക്കെ അത്രയും ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യവും പിന്നെ പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എൻജോയ് ചെയ്ത് തന്നെ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മെഡിറ്റേഷൻ ഫീല് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.